ചന്ദ്രൻ സാർ നേരത്തെ സാർ ലീഗിന്റെ അതിശക്തമായ ഒരു പിന്തുണ എങ്ങനെ ഈ വിഷയത്തെ വി ഡി സതീശൻ കാണുന്നു എന്നുള്ളത്, പ്രത്യേകിച്ചും അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊക്കെ ആസ്വദിക്കുകയായിരുന്നു വിമർശനങ്ങളൊക്കെ എന്നുള്ളതാണ്. അവിടെ ഏകപക്ഷീയമായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ശ്രീ ഗോകുൽ പറഞ്ഞത്. അതായത് മുൻ സർക്കാരിൻ്റെ കാലത്ത് മുൻ മുഖ്യമന്ത്രിയുടെ അതേ നിലപാടുമായി ഇവിടെ വി ഡി സതീശൻ സർക്കാരും മുഖ്യമന്ത്രിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതില് കേരളത്തില് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. അതില് എന്തുണ്ടായിട്ടുണ്ട്, അതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ ഈയിടെയാണല്ലോ ടാറ്റാസ് 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കപ്പൽ നിർമ്മാണശാല തുടങ്ങുമെന്ന് പറഞ്ഞ് ടാറ്റാസ് അത് നിഷേധിച്ചത്. അപ്പൊ അത് പിന്നീട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? അത് മിഷൻ സമുദ്രയുടെ ഭാഗമായിട്ടാണത്രേ അദ്ദേഹം അതിനെ കണ്ടത്. അദ്ദേഹം കൺസീവ് ചെയ്തത് അങ്ങനെയാണ്. എത്ര നിരർത്ഥകമെന്നല്ല, തെറ്റിദ്ധാരണാജനകമായ അവാസ്തവമാണ് അദ്ദേഹം പറയുന്നത് അതിലൂടെ. കാരണം ഈ 4 മെഗാ പ്രോജക്റ്റുകളാണ് ജൂൺ 19 ബജറ്റിൽ അവതരിപ്പിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ധനകാര്യമന്ത്രിയായ വി ഡി സതീശൻ. അതിലുള്ളത് ഒന്ന് മിഷൻ സമുദ്ര, 2 ബ്ലൂ ഇക്കോണമി, 3 റയറസ് കോറിഡോർ, 4 കേരളത്തിനെ പോർട്ട് സിറ്റി ആക്കുക, ഹബ്ബാക്കുക. ഈ 4 മെഗാ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചതിൽ ഇതിന് മാത്രം മിഷൻ സമുദ്ര എന്ന ആ പ്രോജക്റ്റിന് മാത്രം വേണം 1.5 ലക്ഷം കോടി രൂപ. ഞാൻ അത് സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഈ സർക്കാർ രേഖ ചോർത്തി തന്നെയാണ് ഞാൻ എഴുതിയത്. അപ്പോ ഈ മിഷൻ സമുദ്രയ്ക്ക് മൊത്തത്തില് ആ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 2.5 ലക്ഷം കോടി രൂപയാണ് ഈ 4 പ്രോജക്റ്റുകൾക്കും മെഗാ പ്രോജക്റ്റുകൾക്കും കൂടെ വേണ്ടത്. അതിൽ മിഷൻ സമുദ്രയ്ക്ക് മാത്രമാണ് 1.5 കോടി രൂപ. അതിനാണ് മുഖ്യമന്ത്രി തന്റെ തെറ്റിദ്ധരിപ്പിക്കൽ സ്ഥിരം പരിപാടിയിലൂടെ 10,000 കോടി രൂപയുടെ കാര്യം പറഞ്ഞത് മിഷൻ സമുദ്രയുടെ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആധികാരികമായി പ്രതികരിക്കാൻ തയ്യാറായോ? പഠിച്ചിട്ട് ആരും പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് പറയില്ല, മുഖ്യമന്ത്രിയുടെ കീഴിൽ അമർന്നിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, അവിടെ ഇരിക്കട്ടെ. പക്ഷെ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയണ്ടേ? ഇപ്പൊ ഗോകുലിന്റെ പാർട്ടി പറഞ്ഞില്ലല്ലോ, ഗോവിന്ദ മാസ്റ്റർ പാർട്ടി പറഞ്ഞില്ലല്ലോ, ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി പറഞ്ഞില്ലല്ലോ. ഇവരാരും പറഞ്ഞില്ലാന്നേ. ഈ മിഷൻ സമുദ്ര ടോട്ടൽ ഔട്ട്ലേ അതിന്റെ മാത്രം വരുന്ന 1 ലക്ഷം കോടി രൂപയാണെന്ന് മനസ്സിലാക്കാൻ വിഷമമുള്ള കക്ഷികളല്ല അവരാരും അന്വേഷിച്ചാൽ. അതടക്കം കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോ ഈ അന്നന്ന് വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ ഗവൺമെന്റിനെതിരായ ഏത് നിലയിൽ അന്നന്ന് തിരിച്ചുവിടാം, ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഗവൺമെന്റിനെതിരെ എങ്ങനെ തിരിച്ചുവിടാം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ താല്പര്യം എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പോലും ചിന്തിക്കുന്നില്ല എന്നാണ് ദൗർഭാഗ്യം. ആ ദൗർഭാഗ്യമാണ് വളരെ കുശാഗ്ര ബുദ്ധിയായ രാഷ്ട്രീയക്കാരനായ വി ഡി സതീശൻ അദ്ദേഹത്തിന് താല്പര്യങ്ങളെ നടപ്പാക്കിയെടുക്കാൻ സമർത്ഥമെന്ന് പറഞ്ഞപ്പോൾ അതിസമർത്ഥമായി ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങൾ പിണറായി വിജയനെയും LDFനെയും ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അത് അവരുടെ ജോലി. പക്ഷെ അതേ ജോലി, പ്രതിപക്ഷ ധർമ്മമാണ് മാധ്യമങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊന്നും ഇപ്പം മിണ്ടാട്ടമില്ല, അനക്കമില്ല. അപ്പൊ അതാണ് താല്പര്യങ്ങൾ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ പറഞ്ഞ പ്രതിപക്ഷത്തിരിക്കുകയാണ് മാധ്യമത്തിന്റെ ജോലി എന്ന് പറയുന്നവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ചർച്ച ചെയ്യാൻ ആര് തയ്യാറാവുന്നില്ല ലക്ഷ്മി. അതാണ് പ്രശ്നം. അപ്പോ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്നുണ്ടാവുന്ന തൊലിപ്പുറമേയുള്ള വിമർശനങ്ങളെ ഒന്ന് തലോടി അങ്ങ് പോവുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. മാധ്യമങ്ങളും ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ആസ്വദിച്ച് പോവുകയാണ് മുഖ്യമന്ത്രി സതീശനും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കെൽപ്പില്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് മുമ്പിൽ തെളിയുന്നത്. അത്രമേൽ ആസൂത്രിതമായ രാഷ്ട്രീയ കൗശലം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഭരണരംഗത്തുള്ളത്.